ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഇപ്പോഴും ആശയക്കുഴപ്പം ആണ് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇപ്പോഴും സതീഷ് സൈലി MLA പറയുന്നത് നാവികസേന ഇങ്ങോട്ട് വരില്ല, നാളെ മുതൽ NDRFും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഈശ്വർ മാൽപ്പി അടക്കമുള്ള ആളുകൾ ചേർന്നുള്ള ഒരു പരിശോധനയും തെരച്ചിലുമായിരിക്കും നടക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ AK മാസ്റ്റർ പറയുന്നത് ഇന്ന് രാവിലെ തന്നെ നാവികസേന ഇവിടെ എത്തും, പരിശോധന നടത്തുമെന്നുള്ള ഉറപ്പാണ് തനിക്ക് സ്പെഷ്യൽ ഓഫീസറുടെ ഭാഗത്ത് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നും എത്തിയിട്ടില്ല. ഏതായാലും ഇന്നിപ്പോൾ ജില്ലാ കളക്ടറെ കണ്ടതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാമെന്നാണ് പറയുന്നത്. ഏതായാലും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോഴും അതായത് അഭിലാഷ്, ഈ അനിശ്ചിതത്വം തുടരുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതി ഉത്തരവുണ്ടായി, കാലാവസ്ഥ അനുകൂലമായി, എന്നിട്ടും തുടങ്ങിയിട്ടില്ല തിരച്ചിൽ എന്നതാണ്. ഇന്നിപ്പോൾ സമയം ഏതാണ്ട് 3:30 അടുക്കുന്നു. ഇനിയിപ്പോൾ തിരച്ചിൽ തുടങ്ങുക സാധ്യമാണെന്ന് തോന്നുന്നുമില്ല. കാരണം നേരം വൈകിയാൽ അവരത് അവസാനിപ്പിക്കുകയും ചെയ്യും. നേവി എത്തിയിട്ടില്ല, NDRF സംഘം എത്തുന്നു എന്ന് പറയുന്നു, ഈശ്വർ മാൽപ്പെ എത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ എങ്കിലും ഇതിനൊരു കൃത്യതയില്ല, വ്യക്തതയില്ല എന്നത് തന്നെയാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഉത്തരം നൽകേണ്ടതുണ്ട്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യം കൃത്യമായും അവിടെയുണ്ട്. നേവിയെ വിളിച്ചാൽ അല്ലെങ്കിൽ നേവിയുടെ സംഘം എത്തുമെന്ന് പറയുമ്പോൾ പോലും അവരെത്തുന്നില്ല എന്നതാണ്. അതിലൊന്നും ഒരു വ്യക്തതയില്ല, ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ കുടുംബം ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടതുപോലെ മഞ്ചേശ്വരത്ത് നിന്ന് MLA അവിടെ എത്തുന്നു, എല്ലാവരും എത്തുന്നു, തിരയേണ്ടവർ മാത്രം എത്തിയിട്ടില്ല എന്നുള്ള അവസ്ഥയാണല്ലേ? തികഞ്ഞ അനിശ്ചിതത്വമാണ്. കാരണം എന്താണ്, എവിടെയാണ്, ആരാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഈ ഘട്ടത്തിൽ പോലുമില്ല. ഇന്നലെ ഈ ഉന്നത സമിതി ചേരുമ്പോൾ പോലും ഇന്ന് രാവിലെ ഈ നാവികസേനയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തും, 2 ഘട്ടത്തിലായുള്ള പരിശോധന നടത്തും എന്നുള്ള ഒരു അറിയിപ്പായിരുന്നു. അനൗദ്യോഗികമായിട്ടാണെങ്കിലും ഒരു അറിയിപ്പായിരുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് രാവിലെ സോണാർ പരിശോധന നടത്തുകയും ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് മുങ്ങൽ വിദഗ്ധർ ഇവിടെ ഈ പുഴയിൽ ഇറങ്ങി പരിശോധന നടത്തുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ സമയം വരെ നാവികസേനയ്ക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള ഒരു അനുമതി ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് എത്തുകയുമില്ല. സോണാർ പരിശോധനയ്ക്ക് മാത്രമായി അവരെത്തില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് നാവികസേനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സതീഷ് സൈനിയും അതോടൊപ്പം തന്നെ AK അഷ്റഫ് അടക്കമുള്ള MLA മാരടക്കം ഇങ്ങോട്ട് വരികയും ചെയ്യുന്നത്. ഇപ്പോൾ അവരിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് സതീഷ് സൈനിയിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം, നാളെ NDRFിൻ്റെയും അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെയും SDRFിൻ്റെയും നേതൃത്വമുള്ള ഒരു പരിശോധനയായിരിക്കും, തെരച്ചിലായിരിക്കും ഇവിടെ നടക്കുക എന്നാണ്. അതായത് നാവികസേന ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് തീർത്തും വ്യത്യസ്തമായ ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഓഫീസറുമായി AK അഷ്റഫ് സംസാരിച്ചപ്പോൾ നാവികസേനയുടെ സേവനം ഇവിടെ ഉറപ്പായും ലഭ്യമാക്കുമെന്നുള്ള ഒരു ഉറപ്പായിരുന്നു ലഭ്യമായിരുന്നത്. പക്ഷേ നാവികസേന എത്തിയിട്ടില്ല എന്ന് നമുക്ക് ഇപ്പോഴും അറിയാം. അതായത് നാവികസേന ഇനി എത്തുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ്. കാരണം സതീഷ് സൈനി പറയുന്ന ആ രീതിയിൽ തന്നെയാണ്. പ്രാദേശികമായുള്ള ഒരു തെരച്ചിലും അതോടൊപ്പം തന്നെ NDRFും SDRFിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശോധനയായിരിക്കും നാളെ നടത്തുക എന്ന് പറയുന്നു. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുമെന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ഉറപ്പ് ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും അത് ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നത്. അതിൽ ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ള ചോദ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് സർക്കാരുകൾ തമ്മിൽ ഏകോപനം ഉണ്ടായോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നദിയിലെ ഒഴുക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും 2 നോട്ടിലേക്ക്